ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡിലാണ് നമ്മൾ ഈ വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അരി കുതിർക്കുകയും അരക്കുകയൊന്നും വേണ്ട, അതുപോലെ കപ്പി കാച്ചിയൊന്നും വേണ്ട. അരിപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പൊടിച്ച് വറുത്ത് വെച്ച അരിപ്പൊടിയാണ് കേട്ടോ. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന നല്ല ഫൈൻ ആയിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ എടുത്തത്. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് ചോറാണ് എടുത്തത്. ഏത് ചോറ് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മട്ടേരിയുടെ ചോറാണ് എടുത്തത്. വെള്ള കളറുള്ള ചോറുണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുന്നത് കേട്ടോ കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കളർ തന്നെ കിട്ടിക്കോളും. നല്ല പ്യുവർ ആയിട്ടുള്ള വൈറ്റ് കളറിൽ തന്നെ നമുക്ക് വട്ടയപ്പം കിട്ടിക്കോളും. പിന്നെ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് 1 മുറി തേങ്ങയാണ് ചിരകിയെടുത്തത്. പിന്നെ ഇനി 1 ടീസ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 250 ml കപ്പിലാണ് അരിപ്പൊടി അളന്നെടുത്തത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഗ്ലാസ്സിൽ അളന്നെടുത്താലും മതി. ഇതുപോലെ ഗ്ലാസ്സിലാണ് അളന്നെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും അതിൽ തന്നെ അളന്നെടുത്താൽ മതി. ചോറും വെള്ളവും ഒക്കെ ആ ഗ്ലാസ്സിൽ തന്നെ അളന്നെടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ച അരിപ്പൊടിയിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഇതുപോലെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ അരിപ്പൊടി എടുത്ത് അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് ഈ മാവ് ഇരിക്കേണ്ടത്. ഇനി നമ്മളിത് ഇതുപോലൊരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത്. 1 മുറി തേങ്ങ ചിരകിയെടുത്തതാണ് കേട്ടോ ഇത്. പിന്നെ നമ്മൾ തേങ്ങ ചിരകിയെടുക്കുമ്പോൾ അതിൻ്റെ അടിഭാഗം പെടാതെ നോക്കണം കേട്ടോ. അതിൻ്റെ അടിഭാഗം പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വട്ടയപ്പം നല്ല പ്യുവർ വൈറ്റ് കളറിൽ കിട്ടൂല. പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ചോറ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ കറിയുടെ കൂടെയൊക്കെയാണ് കുട്ടി കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത്രയും പഞ്ചസാര ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 നുള്ളു ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ കലക്കി വെച്ച അരിപ്പൊടി ഉണ്ടല്ലോ, അതിൻ്റെ പകുതി ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇനി 1 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മളിപ്പോൾ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ബാക്കി വെച്ച അരിപ്പൊടിയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് മുഴുവനായിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. തേങ്ങയും ചോറും നന്നായിട്ട് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം നമ്മൾ പൊടിയുടെ മിക്സിൻ്റെ പകുതി മാത്രം ഒഴിച്ചു കൊടുത്ത് അരച്ചെടുത്തത്. എന്നിട്ട് ഇനി ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ അരച്ചെടുക്കാം. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ, കുറച്ച് കട്ടിയായിട്ടാണ് മാവിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ വട്ടയപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഈ മാവ് ഇരിക്കേണ്ടത്. അധികം കട്ടിയിൽ ഇരിക്കരുത്, ഒരുപാടങ്ങ് ലൂസാക്കി എടുക്കുകയും ചെയ്യരുത്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 4 മണിക്കൂർ ഇതൊന്ന് മാറ്റി വെക്കാം. നല്ല തണുപ്പുള്ള സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 4 മണിക്കൂർ കൊണ്ട് നന്നായിട്ട് പൊങ്ങി വരും. ഇപ്പോൾ ഇവിടെ 4 മണിക്കൂറായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. നല്ല ചൂടുള്ള സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഇത് നന്നായിട്ട് പൊങ്ങി കിട്ടിക്കോളൂ കേട്ടോ. ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് ഒരു 4 മണിക്കൂർ എടുത്തിട്ടാണ് ഇത് പൊങ്ങി കിട്ടിയത്. ഈ മാവിനിത് അതുപോലെ പതുക്കെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു പ്ലേറ്റാണ് ഞാൻ എടുത്തത്. ഈ പ്ലേറ്റിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. വട്ടയപ്പം വേഗം തന്നെ പ്ലേറ്റിൽ നിന്ന് വിട്ടുപോരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. സൈഡ് ഭാഗത്തൊക്കെ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഞാനിപ്പോൾ ഇതുപോലുള്ളൊരു പാത്രത്തിൽ വെച്ചിട്ടാണ് കേട്ടോ വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലുള്ളൊരു വട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് നന്നായിട്ട് ചൂടായി വരാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായിട്ട് ചൂടായി കിട്ടുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ബ്രഷ് ചെയ്ത് വെച്ച പ്ലേറ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പം വെള്ളം ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മൾ ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഈ പ്ലേറ്റിൻ്റെ ഒരു പകുതി ഭാഗമൊക്കെ നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. പ്ലേറ്റ് ഫുള്ളായിട്ട് നമ്മൾ മാവ് ഒഴിക്കരുത് കേട്ടോ. ഇത് കുറച്ചൊന്ന് പൊങ്ങി വരുമ്പോൾ അത് പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു പകുതി ഭാഗമൊക്കെ മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മളിപ്പോൾ റെഡിയാക്കി എടുത്തതിൻ്റെ പകുതി മാവ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 7-8 മിനിറ്റ് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ വട്ടയപ്പം റെഡിയായി കിട്ടിക്കോളും. ഒരു 8 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും തന്നെ വട്ടയപ്പം റെഡിയായി കിട്ടിക്കോളും. ഇപ്പോൾ ഇവിടെ ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം.
ഒരു സ്ക്വയറോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കാം. ഇപ്പോൾ അതാ കണ്ടില്ലേ, നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ ഒരു പ്ലേറ്റിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചിട്ട് ഇത് അതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 8 മിനിറ്റ് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ വട്ടയപ്പൊക്കെ ഇതാ ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. വട്ടയപ്പം ചൂടാറി വരുമ്പോൾ ഇതുപോലെ പ്ലേറ്റിൽ നിന്ന് നല്ലോണം വിട്ട് വന്നോളും. ഇപ്പോൾ ഇതാ കണ്ടില്ല, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത്. ഈ ഒരു വലുപ്പത്തിലുള്ള 2 വട്ടയപ്പാണ് കേട്ടോ നമ്മൾ റെഡിയാക്കിയെടുത്ത മാവ് കൊണ്ട് ഉണ്ടാക്കിയെടുത്തത്. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ഹോൾസ് ഒക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനും, നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനും. അരി കുതിർക്കുകയും അരയ്ക്കുകയും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ കപ്പി കാച്ചി എടുക്കേണ്ട ഒന്നും ആവശ്യമില്ല. വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല രുചികരമായിട്ടുള്ള വട്ടയപ്പമാണ്. ഇനി നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. താങ്ക്